ആറ്റിങ്ങൽ ആർടിഒ മിസ്റ്റർ മഹേഷ്, താങ്കൾക്ക് നാണമുണ്ടോ? താങ്കളുടെ ഉന്നത പദവി, ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒരു പാവപ്പെട്ട ബസ് പ്രേമിയുടെ ബസ്സിനോട് ചെയ്യുന്ന ക്രൂരതയുടെ കഥയാണ് നമ്മളിവിടെ ഇന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ ഈ കിടക്കുന്ന വണ്ടി, അതായത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഓടിക്കാതിട്ടിരുന്ന ഒരു ബസ്സിന് ഫൈൻ അടിക്കുക. ഇത് എവിടെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ? വണ്ടിയുടെ പുക പ്രശ്നമാണ്, വണ്ടിയുടെ കളർ പ്രശ്നം. അത് ഓടിക്കുന്ന വണ്ടികൾക്കല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഈ ഓടിക്കാത്ത വണ്ടിക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള ഫൈനൊക്കെ ഇടുന്നത്? സാധാരണഗതിയിൽ റോഡിൽ കൂടി ഓടുന്ന വാഹനങ്ങൾക്കും ട്രാഫിക് മര്യാദകൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കും ഫൈൻ അടിക്കുന്നത് കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പമ്പിൽ, പെട്രോൾ പമ്പിൻ്റെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഒതുക്കിയിട്ടേക്കുന്ന വണ്ടിക്ക് KL-DA 5713 ആറ്റിങ്ങൽ RTO സ്വന്തം ഔദ്യോഗിക വാഹനം, വരുന്ന ഉദ്യോഗസ്ഥർക്ക് വണ്ടിയില്ലെന്ന് കാണിച്ച് സ്വന്തം ഔദ്യോഗിക വാഹനം കൊടുത്തു വിട്ട് ഫൈൻ അടിപ്പിച്ച മോനാണ് ആറ്റിങ്ങൽ RTO. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ വാഹനത്തിൻ്റെ പരിവാഹൻ സൈറ്റിൽ ചെന്നാൽ പമ്പിൽ ഒതുക്കിയിട്ടേക്കുന്ന മറ്റുള്ള വണ്ടികളുടെ ഒപ്പം ഒതുങ്ങിക്കിടക്കുന്ന ഫോട്ടോ കാണാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ എന്ത് തെളിവാണ് നിരത്തേണ്ടത്? അദ്ദേഹത്തോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കളുടെ കീഴുദ്യോഗസ്ഥന്മാരെ മരപ്പാവകളായി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഈ വണ്ടിക്ക് ഫൈൻ അടിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. ഇതിനൊക്കെ താങ്കൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി തന്നെ വരും.